തഴവ മണപ്പള്ളിയിൽ നവീകരിച്ച ടൗൺ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തഴവ മണപ്പള്ളിയിൽ നവീകരിച്ച ടൗൺ മസ്ജിദിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചത്. കമ്മ്യൂണിസ്റ്റുകൾ ആചാര സംരക്ഷകരാണെന്നും വിശ്വാസികൾക്ക് സംരക്ഷണം നൽകാൻ മുന്നിട്ട് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രം ഉൾപ്പെടെ ഇപ്പോൾ നിൽക്കുന്ന വ്യത്യസ്തതയുണ്ട്. നമ്മുടെ വിഗ്രഹമൊന്നുമില്ല എന്നൊക്കെ നമുക്കൊക്കെ അറിയാം. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള നൂറ്റാണ്ടുകളുടെ അല്ല ആയിരക്കണക്കിന് വർഷത്തെ അനുഭവങ്ങളുള്ള നാട്ടിൽ ഇവിടെ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടേതായ വ്യത്യസ്തതയുണ്ട്. മതനിരപേക്ഷത എന്നാണ് നമുക്ക് പറയുന്നത്. ഇല്ല, മതനിരപേക്ഷത എല്ലാ മതത്തെയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും അവരുമായിട്ട് സഹകരിക്കുകയും അതേസമയം ഏതെങ്കിലും ഒരു മതത്തിൻ്റെതാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന് പറയുന്നതിനെ അംഗീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം ജീവിതത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യ അതിഥിയായിരുന്നു. ജൂതന്മാർക്കും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും അവരുടേതായ വിശ്വാസ പ്രമാണം അനുസരിച്ച് പ്രാർത്ഥിക്കാനും ജീവിക്കാനുമുള്ള അവകാശം പ്രദാനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനയാണ്, മാതൃക ഭരണഘടനയാണ്. ഈ മദീനയിൽ വെച്ചുണ്ടാക്കിയത് മോഡലാണ് അതെന്ന് പറയുന്നത്. അതിന്റെ വേറൊരു ഫോർമാറ്റാണ്, വേറൊരു പൂർണ്ണമായ രൂപമാണ് ഇന്ത്യയുടെ ഭരണഘടന. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സലീം ചെറുകര അധ്യക്ഷത വഹിച്ചു. സി.ആർ. മകേശം എൽ.എ, സ്വാമി ആത്മദാസ്, എം.ഇ, ഫാദർ അലക്സ് ജേക്കബ്, മുനീർ ഹുദവി വിളയിൽ, അനിലസ് കല്ലേലി ഭാഗം, കെ.പി. ശ്രീകുമാർ, അബ്ദുൽ ജവാദ്, വി. സദാശിവൻ, ജലാലുദ്ദീൻ ഇരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ.